ചേട്ടാ നമസ്കാരം. കുടിയേറ്റക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് ബ്രിട്ടനിൽ അലതല്ലുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മലയാളി അടക്കം മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത് കേരളത്തിലടക്കം ആശങ്ക പടർത്തുന്ന കാര്യമാണ്. ഇനി മലയാളികൾക്ക് അത്രയും വേഗം അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. പല വിദേശകാര്യ വിദഗ്ധന്മാരും പറയുന്നുണ്ട്. ഇതിപ്പോ യൂറോപ്പില് സായിപ്പന്മാര് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നാണ് പല ആൾക്കാരും കൊടുക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്. പോരാത്തതിന് അവിടെ സായിപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റക്കാരെല്ലാം വരത്തന്മാരാണ്. അവർക്ക് ഇനി എന്തൊക്കെ പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞാലും സായിപ്പന്മാരുടെ സകല മേഖലകളും അവർ കീഴടക്കുകയാണ്. ഒരു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നാളെ ഒരു ബംഗ്ലാദേശി മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ ലണ്ടനിലെ മേയറെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു കുടിയേറി വന്ന പല ആൾക്കാരുമാണ് ലണ്ടനിലെ മേയറൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ബ്രിട്ടൻ മുഴുവനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ തുടങ്ങിയ ഒരു കലാപം അതിപ്പോ ഒരു കുടിയേറ്റ വിരുദ്ധ ഏഷ്യൻ വിരുദ്ധ കലാപമായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു പരിണിത ഫലമായിട്ട് വരാൻ പോകുന്നത്? ഈ പകച്ചു നിന്ന പോലീസ് ആദ്യം പകച്ചു നിന്നെങ്കിലും അത് പിന്നീട് വലിയ രീതിയിൽ ഇതിനെ അടിച്ചമർത്താനുള്ള ടെക്നിക്സ് മനസ്സിലാക്കി ഈ കുടിയേറ്റ വിരുദ്ധ കലാപത്തെ അവരെ അടിച്ചമർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? നമ്മുടെ ലോകത്തെമ്പാടും ഇപ്പോഴ് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലെ ഒരു ദേശീയവാദത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള രാഷ്ട്രീയം, നമ്മൾ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയും. നമ്മുടെ ഈ ഇന്ത്യയിലെ BJP-യുടെ ഒക്കെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിന് സമാനമായ പൊളിറ്റിക്സ് നമ്മൾ ഇറ്റലിയിൽ കണ്ടു, ഗ്രീക്കിൽ കണ്ടു, ഫ്രാൻസിൽ കാണുന്നു. അങ്ങനെ പലയിടത്തും ഇത് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജർമ്മനിയിൽ അവിടെ അങ്ങനെ ഒരു മുന്നേറ്റം നടക്കുന്നു എന്നാണ് അവിടുന്ന് വരുന്ന വാർത്തകൾ. അതായത് ഏതാണ്ട് യൂറോപ്യൻ കൺട്രീസ് എല്ലാം ആ ഒരു ലൈനിലേക്ക് പതുക്കെ മാറി തുടങ്ങിയിരുന്നു. ജർമ്മനിയിൽ തന്നെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് നാസിസത്തിന്റെ പുതിയ രൂപമാണെന്നൊക്കെ എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും അതിന് വലിയ വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. ബ്രിട്ടനിലും 2018 ഈ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതും പ്രവർത്തനം തുടങ്ങുന്നത്. അതിപ്പോ ഈ കഴിഞ്ഞ അവരുടെ തെരഞ്ഞെടുപ്പില്, പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിൽ അവര് 18% വോട്ട് നേടി. ചെറിയ കാര്യമല്ല. 2018 രൂപീകരിച്ച ഒരു ഒരു വലതുപക്ഷ പാർട്ടി 18% വോട്ട്, 5 സീറ്റും നേടി. അത് ഒരു ചെറിയൊരു കാര്യമല്ല പെട്ടെന്ന് വന്നിട്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ദേശീയത എല്ലായിടത്തും ശക്തി പ്രാപിക്കും. അതായത് വെറും ദേശീയത അല്ല, അതിതീവ്ര ദേശീയതയാണ് വരുന്നത്. അതായത് നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് നമ്മുടെ ഇപ്പൊ ഈ നാട്ടിൽ ബംഗാളികളും ബംഗ്ലാദേശികളും ഒക്കെ ആധിപത്യം സ്ഥാപിച്ച പല ഏരിയകളുമുണ്ട്. അവര് തന്നെ ഈ കച്ചവടം കയ്യേറിയിരിക്കുന്ന ചില ഏരിയ ഉണ്ട്. അവിടെ നിന്നും നമ്മുടെ ഈ മലയാളികൾക്ക് കച്ചവടം ചെയ്യാൻ പോലും പറ്റാത്ത എത്രയോ സ്ഥലങ്ങൾ ഈ കേരളത്തിലുണ്ട്. മലയാളികളെ കൊണ്ട് അവിടെ ഒരു കടയിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അവിടെയൊക്കെ അവർ വലിയ രീതിയിൽ തന്നെ അവരുടെ ദാതാഹിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന അനവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. അത്തരം ചില പോയിന്റുകൾ, ചില മാർക്കറ്റുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് നാള് സഹിച്ചിരിക്കും ജനം. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക പോയി കഴിയുമ്പോൾ തിരിച്ചടി വരും, സ്വാഭാവികമായി വരും. ഇവിടെ ഇപ്പൊ ഈ ജർമ്മനിയിലായാലും അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും ഒക്കെ അവര് എന്നും ഈ കുടിയേറ്റക്കാർക്ക് വലിയ പരവതാനി വിരിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും ഉണ്ട്. പക്ഷെ നല്ലൊരു കാര്യമാണത്. അവരെ രണ്ട് കൈയും നീട്ടി അവർ സ്വീകരിക്കുന്നതും നല്ല മനസ്സോടുകൂടി തന്നെയാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നതുമൊക്കെ. പക്ഷെ ഈ വന്നു കയറുന്നവർ, അതായത് അതിഥികളായി എത്തുന്നവർ പിന്നീട് ആതിഥേയരായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവിടെ. അങ്ങനെയും ഇപ്പൊ നമ്മുടെ മലയാളികൾ അടക്കമുള്ളവർ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുടിയേറി അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവിടെ ജീവിച്ചു പോകുന്നില്ല. അവിടെ കുട്ടികളും ഒക്കെ ആയിട്ട് അവിടെ ജീവിച്ചു പോകുന്നു. പക്ഷെ ഈ ഒരു വിഭാഗം, പ്രത്യേകിച്ച് തന്നെ ഈ ഒരു മതവിഭാഗം, മുസ്ലിംസ് മതവിഭാഗം എന്ന് നമുക്ക് പറയേണ്ടത്, അങ്ങനെ ഒരു വിഭാഗം പല രാജ്യങ്ങളിൽ നിന്ന്, ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറുകയും പിന്നീട് ഇവരുടേതായ ചില രാജ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പല ഗ്രാമങ്ങളും UK-ലൊക്കെ ഇപ്പോഴും ഈ മതനിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങൾ ഇപ്പോൾ ബ്രിട്ടനിൽ ഉണ്ട് എന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ മത നിയമങ്ങളും മറ്റുമാണ്. അവിടെ നിന്നും UK പോലീസിന് പോലും അവിടെ ചെല്ലാൻ ഭയമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നിരുന്നു. അപ്പൊ അങ്ങനെ വരികയും അവർക്ക് നേരെ ഉള്ള ആക്രമണ സമയം എനിക്ക് തോന്നി ഇതിപ്പോ പെട്ടെന്ന് ഒന്നുകൂടെ ഇതാകാനുള്ള കാരണം ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിനെ തുടർന്ന് അവിടെ ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അനവധി ഇസ്രായേലിനെതിരെ നടക്കുകയുണ്ട്. ഈ പ്രകടനങ്ങളിൽ മറ്റും നമുക്ക് പങ്കെടുക്കുന്നവർ വിളിക്കുന്ന മുദ്രാവാക്യം ഈ ബ്രിട്ടനിലുള്ള സ്വദേശീയർക്കെതിരെയും ഒപ്പം ഈ ജൂതർക്കെതിരെയും ദൈവങ്ങൾക്കെതിരെയും ഒക്കെ ഉള്ള മുദ്രാവാക്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന് കാരണമായി. ഇപ്പൊ വന്നതൊരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. ഒരു കാര്യം എന്ന് പറയുന്നത് ബിജേട്ടാ, അതായത് നമ്മൾ ഈ ഇസ്രായേലിനെതിരെ ഇവര് മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവര് നേരെ തിരിയുന്നത് ആറ്റിലുള്ള അന്യമതസ്ഥർക്കെതിരെയാണ്.
ഇതര മതസ്ഥർക്കെതിരെയാണ്. ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതില്ലേ, വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് തുടങ്ങിയത് അവരെ തിരിയുന്നത് അവിടെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് നേരെയാണ്. നമ്മുടെ നാട്ടില് 2014 മുമ്പ് ഞാന് ഈ ഇസ്രായേൽ സേവ് ഗാസ വിഷയങ്ങളൊക്കെ അന്നും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കവലകളിലൊക്കെ ഇവര് ജൂതനെ വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് പോസ്റ്ററുകൾ അടിച്ചു വയ്ക്കും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അന്ന് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് വലിയ ധാരണയില്ല, പക്ഷെ എങ്കിലും ഒരാളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് പോസ്റ്റർ അടിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെ, ഇവിടെ നിയമ സംവിധാനങ്ങളൊന്നും ഇല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് വിളിക്കുന്ന ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആദ്യം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിളിക്കും, പിന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാനായിട്ട് മുദ്രാവാക്യം വിളിക്കും, മൂന്നാമത് മറ്റുള്ളവരുടെ അവകാശത്തിലേക്ക് ഒരു എന്താ പറയാ ഒരു മാന്യതയില്ലാതെ കടന്നു കയറുകയും ചെയ്യും. ഇത് എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്സിനെ പൊളിറ്റിക്സ് ആയിട്ടും മതമായിട്ടും കാണണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഉം, പോകുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഉം, തന്നെ മതത്തിനെ മറയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ മതവുമായിട്ട് എന്താണ് രാഷ്ട്രീയത്തിന് ബന്ധമെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഭാഗം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പൊ മാധ്യമങ്ങളായാലും എല്ലാവരും ആ രീതിയിൽ തന്നെ കാണുന്നവരുണ്ട്. അപ്പൊ ഈ മതം കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് പോകുമ്പോൾ കുറെ അധികം മൈലേജ് കിട്ടും. നമ്മുടെ മതത്തിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ മതമുള്ള ആൾക്കാരെയാണ് അവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉം, കുറെ മൈലേജ് കിട്ടും. ആ മൈലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായി ഒരു രാജ്യത്ത് കടന്നു ഉം, കയറി അവർക്ക് ഇപ്പം നിരന്തരമായിട്ട് അടി കിട്ടിക്കഴിയുമ്പോൾ, ഇല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, പലയിടത്തും കത്തിക്കുത്ത് നടക്കുന്നു, അങ്ങനെയൊക്കെ ഉം, വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചടി ഉണ്ടാവുമല്ലോ. ഈ ഈ അടി ഉം, എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമുള്ള ഒരു സംഭവമല്ല. മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറഞ്ഞത് ഗീവ് ആൻഡ് ടേക്ക് ഉം. ആണ് ഈ അടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. ചിലപ്പോൾ കിട്ടുന്നതിന് ഒരു അതെ കാലതാമസം അതെ. വരുമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പം അങ്ങോട്ട് കൊടുത്ത ഉം, ക്ഷമയുള്ളവനാണെങ്കിൽ അടി കുറച്ച് നാൾ അവൻ സഹിച്ചിരിക്കും, പോട്ടെ വിട്ടേക്കാവുന്ന ഉം, ക്ഷമിച്ചിരിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ അവന്റെ ഒരു തിരിച്ചടി ഉണ്ടാകും. അത് കാരണം അവനവൻ ജീവൻ രക്ഷിക്കാനുള്ള തിരിച്ചടിയാണ്, ഇല്ലെങ്കിൽ അവന്റെ നിലനിൽപ്പിനുള്ള തിരിച്ചടി. അതൊരു ഒന്നൊന്നര തിരിച്ചടിയായിരിക്കും. അത് എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നമുക്ക് ഉം. പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും അഭിപ്രായം പറയാനൊക്കെ ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് മതത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അവഹേളിക്കാനും അവരെ ആക്രമിക്കാനുമായി തിരിയുന്നിടത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ ബംഗ്ലാദേശില് ഉം. അവിടുത്തെ പ്രക്ഷോഭകരുടെ ആവശ്യം എന്തായിരുന്നു? അവിടുത്തെ കോട്ട പ്രശ്നത്തിലാണ് അവരുടെ സമരം തുടങ്ങിയത്. 1971 ആ ഒരു വിഷയം വെച്ചിട്ടാണ് അവർ സമരം തുടങ്ങിയത്. ഒരു കോട്ട പ്രശ്നത്തിൽ തുടങ്ങിയ സമരം. ഉം. അതിനുശേഷം ആ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഷെയ്ഖ് ഹസീന രാജിവെക്കണം. രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഉം. മുദ്രാവാക്യം നേരെ തിരിഞ്ഞു. അവിടുത്തെ ഈ പല മതപണ്ഡിതന്മാരും ലീഡേഴ്സും പറഞ്ഞത് ഹിന്ദുക്കളെ ഇല്ലാതാക്കണം, ഇന്ത്യ തകർക്കണം എന്നാണ് പിന്നീട് ഉം. അവരുടെ മുദ്രാവാക്യം. നേരെ അവർ പോകുന്നത് 205 ആക്രമണ സംഭവങ്ങളാണ് ഇതുവരെ ബംഗ്ലാദേശിൽ, അതായത് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ഡയറക്റ്റ് നടന്ന ആക്രമണ സംഭവങ്ങൾ 205ആണ്. 300-ലധികം വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും. ഇത് ഹിന്ദുക്കൾക്കെതിരെ മാത്രമല്ല, ക്രിസ്ത്യാനികൾ, ബുദ്ധിസ്റ്റുകൾ, ഉം. ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളും കാര്യങ്ങളും കൊള്ളയടിക്കുക, ആക്രമിക്കുക, ആ ഒരു രീതിയിലേക്ക് പോയി. നമ്മൾ ഉം. കണ്ടതാണ് ആ സമരത്തിന്റെ. ഈ ഷെയ്ഖ് ഹസീന ആ രാജ്യം വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഒരു ഉം. നല്ല പ്രക്ഷോഭകരായിരുന്നുവെങ്കിൽ അവര് രാജ്യം ഉം. വിടുമ്പോൾ പ്രക്ഷോഭം നിർത്തണമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ട അതെ കാഴ്ച അതെ. എന്താണ്? ഷെയ്ഖ് ഹസീനയുടെ വീട്ടിൽ കയറി അവരുടെ അടിവസ്ത്രം പോലും എടുത്ത് ആഘോഷമാക്കുന്ന പ്രക്ഷോഭകരെ കണ്ടത്. അതായത് അത്രയും സെൻസ് അതെ. ആണ് അവർക്ക്. അവരുടെ സെൻസ്, ഇല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഉം. ഈ മറ്റുള്ളവരെ കൊല്ലുക, ഇല്ലെന്ന് നശിപ്പിക്കുക, കൊള്ളയടിക്കുക, ഇത് തന്നെയാണ് അതിന്റെ ഒരു രീതി. ഉം. ഉം. എന്നിട്ട് എന്തായി? ഇപ്പം ഈ പ്രതിഷേധ പ്രകടനങ്ങൾ തണുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ എത്ര നാൾ ഇരിക്കും നമുക്ക് പറയാനും കഴിയില്ല. ഇങ്ങനത്തെ ചില ഉം. സാഹചര്യങ്ങളിൽ കൂടെയാണ് അതെ. ഇപ്പൊ നമ്മൾ ശരിക്കും കടന്നു പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, വിതച്ചത് എപ്പോഴായാലും നമ്മൾ കൊയ്തേ പറ്റും. ഉം. കാറ്റ് വിതച്ചാൽ ഉം. ഉം. കൊടുങ്കാറ്റ് ഉം. കൊയ്യാം, സ്വർണം വിതച്ചാൽ കനകം ഉം. കൊയ്യാം എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ പോളിസിയാണ്. ഉം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഉം. റിസൾട്ടാണ് നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഉം. ഇപ്പോ നടക്കുന്ന ഉം. സംഭവങ്ങൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഇതില് വേറൊരു കാര്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ബ്രിട്ടനില് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ബ്രിട്ടനിലെ പോലീസ് ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്? ബ്രിട്ടനിലെ പോലീസ് ഒരു കലാപം ഒന്നും നേരിട്ട് വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഒന്നുമല്ല. ഇവർ ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്, ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഇനി ഇവരുടെ പ്ലാൻ എന്താ ബിജുവേട്ടാ? അതെ, അത് ധനുഷ് പറഞ്ഞൊരു പോയിന്റ് ആണ്. കാരണം അവർ ഉം. കലാപമൊക്കെ നേരിട്ടിട്ടുണ്ട്. അവിടെ ഈ ഉം. കറുത്ത വെളുത്തവർ എന്നുള്ള സംഘർഷമൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഇടങ്ങളാണ്. അതിപ്പോ അമേരിക്കയിലും UK-യിലും ഒക്കെ ഉം. ഉള്ളതാണ്. ഉം. അത്തരത്തിലുള്ള വലിയ അതെ കലാപങ്ങൾ, അതെ. അതിൽ 4 ദിവസമൊക്കെ നിൽക്കുന്ന കലാപങ്ങൾ, 5 ദിവസം നിൽക്കുന്ന കലാപങ്ങളൊക്കെ അവിടെ പക്ഷെ അതൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പക്ഷെ ഇവരുടെ അല്ല, ഇവരുടെ അതായത് ഇത് ഇവരുടെ കലാപത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. മറ്റേതൊരു പ്രതിഷേധ പ്രകടനം എന്ന രീതിയിൽ അവരെ അല്ലല്ല ഏ, അ- നടത്താൻ പറ്റും. പക്ഷെ ഇത് ഇല്ല, ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. ഈ കലാപം ആ കലാപം വ്യത്യാസം വെച്ചാൽ അത് ഈ യൂറോപ്യൻ കൺട്രീസ് പണ്ട് മുതലേ പരിചയിച്ചിട്ടുള്ള ഒരു കലാപ രീതി. ഈ വെളുത്തവർ അതെ അതെ. കറുത്തവർക്ക് എന്നുള്ള ഒരു വംശീയ അധിക്ഷേപം അത് പണ്ട് തൊട്ടേ അവർക്കറിയാം. നേരെ മറിച്ച് ഇപ്പൊ ഉം, ഉം. ഇന്ത്യയിലായിരുന്നുണ്ടെങ്കിൽ ഈ വർഗീയതകളൊക്കെ നിമിഷ നേരം കൊണ്ട് അടിച്ച് ഒതുക്കും. അതിപ്പോ കേരളത്തില് ആയാലും യു പിയിലായാലും ഒക്കെ നിമിഷ നേരം കൊണ്ട് അടിച്ച് അമർത്തും. സ്വിച്ചിന്. കാരണം വെച്ചാൽ നമ്മൾ അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫോഴ്സിന് ഒക്കെ. ഉം, ഇതെങ്ങനെയാണ് ഇത് ഉം, ഉണ്ടാകുന്നത്, എവിടെ നിന്നാണ് ഇത് വരുന്നത്, എങ്ങനെ അടിച്ചൊതുക്കണം, നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. യു കെ പോലീസിന് ഈ വർഗീയ കലാപങ്ങൾ ഇല്ലെങ്കിൽ ഈ ഇതേപോലുള്ള കലാപങ്ങൾ നേരിടാനുള്ള പരിശീലനം ഇല്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവര് അതിനായിട്ട് ഉം, തന്നെ ഒരാഴ്ച കൊണ്ട് 6000-ഓളം പോലീസുകാരെ അതിനു വേണ്ടി മാത്രം അവർ പരിശീലിപ്പിച്ചെടുത്തു. പക്ഷെ എനിക്ക് അവരുടെ ഏറ്റവും ഉം, ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കലാപം ഈ അടിച്ചമർത്തുന്ന അതേ ഉം, സമയത്ത് തന്നെ അവരതിനെ നിയമ നടപടികൾ, അതായത് നേരെ കോടതിയിലോട്ട് കൊണ്ട് ഉം, പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങുകയാണ്, പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കലാപം നടക്കുന്ന സമയത്ത് തന്നെ ഉം, അവിടുന്ന് ഉം, പിടികൂടുന്നവരെല്ലാം ഉം, ഈ കോടതിയിലേക്ക് ഹാജരാക്കുന്നു, അവിടെ നിയമ നടപടികൾ തുടങ്ങുന്നു. വളരെ ഫാസ്റ്റ് ഉം, ആയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അവരത് ചെയ്യുന്നത് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായത്. പക്ഷെ ഉം, ഇതിന്റെ കുറെ തിക്ത ഉം, ഫലങ്ങളുണ്ട്, അതെല്ലാവരും അനുഭവിക്കേണ്ടി വരും. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വാർത്തകളിൽ നിന്ന് ഉം, മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധം നടത്തുന്നവർക്ക് പിന്തുണയുമായിട്ട് പല സ്ഥലങ്ങളിലുമുള്ള ഈ മേയർമാരും ആ, ഈ മെമ്പർമാരും ഒക്കെ, പല പാർട്ടികളുള്ള മെമ്പർമാരും ഒക്കെ ഇവർക്ക് പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. ഏതാ ഈ സ്വദേശികൾക്ക്. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉം, അവിടെ ഉം, നടന്നു ഉം, കഴിഞ്ഞാൽ സർക്കാർ കുറച്ചുകൂടെ സമ്മർദ്ദത്തിലാകുകയും ഈ കുടിയേറ്റം എന്നുള്ള പരിപാടി ഉം, തന്നെ ഉം, നിർത്തി വെച്ചുകൊണ്ട് ഈ ഉം, കുടിയേറിയിട്ടുള്ളവരും ഇപ്പം എന്താ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തവർക്കുമൊക്കെ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് അവർ വിധേയരാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും. കാരണം ഉം, ഒരു ഉം, ഭാഗത്ത് ഈ സ്വദേശിവാദം വളരെ ശക്തമായി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പണ്ട് നമ്മൾ ട്രംപ് എങ്ങനെയാണ് ജയിക്കുന്നത്? ട്രംപ് ആദ്യത്തെ തവണ ജയിക്കുന്ന ഈ സ്വദേശി വാദം ഉയർത്തിക്കൊണ്ടാണ്. അപ്പൊ ആ ഒരു ഉം, വാദം വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞ രാഷ്ട്രീയം. ഇപ്പൊ എനിക്ക് ഇന്ത്യയിലും ഉം, സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ സ്വദേശി വാദവും അതിദേശീയ തീവ്ര ദേശീയതയൊക്കെ ഹിന്ദുത്വം ഇല്ല ഹിന്ദുത്വ ദേശീയതയൊക്കെ ഉയർത്തുന്നതിനെ തടയിടാൻ ഇപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല. അതാണ് അവരൊരു സോഫ്റ്റ് ആയിട്ട് ആ ഒരു ഉം, മേഖലയിലേക്ക് കടന്നു പോകുന്നത്. ഇത് എല്ലായിടത്തും ഉം, ഉം, ഉള്ളതാണ്. ഉം, ഇതിപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല, ഇസ്ലാം മതവിശ്വാസികൾ കൂടുതലുള്ള രാജ്യങ്ങൾക്കും അത് തന്നെയാണ്. ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ ഉം, അവരുടെ നിയമം വേണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ കർശനമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്യുന്ന ഒരുപാട് വിഭാഗമുണ്ട്. അപ്പൊ ബ്രിട്ടനിൽ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ അവിടുത്തെ സർക്കാർ അലർട്ടാകുകയും ഈ കുടിയേറ്റക്കാരുടെ നിയമങ്ങൾ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കുകയും ഇപ്പോൾ കയറിയിരിക്കുന്നവർ ഉം, തന്നെ ഒരു റഡാറിൻ കീഴിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. കാരണം ഈ സംഘർഷം ഏകപക്ഷീയമല്ലായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം 100 ഉം, റാലികളായിരുന്നു ഈ സ്വദേശ ഈ സായിപ്പന്മാരുടേതായിട്ടുണ്ടായിരുന്നത്. അവിടെ കുടിയേറിയവർ ഉം, തന്നെ ഉം. 30 റാലികൾക്ക് ആഹ്വാനവും നൽകിയിരുന്നു. അവർ തന്നെ പലയിടത്തും സംഘടിക്കുന്ന ഒരു ഓ. സാഹചര്യമുണ്ട്. അപ്പോ അതായത് അവര് ഉം, ചുമ്മാതിരിക്കുകയല്ല. അപ്പൊ അവരും ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോ സ്വാഭാവികമായിട്ട് ഇനി ഇവരൊരു റഡാറിലേക്ക് എത്തപ്പെടേണ്ട ഒരു സാഹചര്യം എത്തുന്നു. പിന്നെന്ന് വെച്ചാൽ ഈ ഇതിന്റെ മുറിവുകളൊന്നും പെട്ടെന്ന് അങ്ങനെ ഉണങ്ങുക ഒരു പ്രയാസകരമാണ്. എവിടെയായാലും ഒരു ഉം, വർഗീയതകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുറിവുകൾ പെട്ടെന്ന് അതിന്റെ മറക്കാൻ കഴിയില്ല. പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉം. എനിക്ക് അതെ. തോന്നുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ മുറിവുകൾ ഉണങ്ങുമെന്ന് തോന്നുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ടേ. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഘോഷയാത്ര പോകുന്നു, ഒരു അടി നടക്കുന്നു, കുറച്ചു നാളത്തേക്ക് ആ സംഘർഷം ഉം, നീങ്ങി തിരിച്ചൊരു അടി നടക്കുന്നു, അവിടെ തീരുന്നു ഈ സാധനം. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ കണ്ടതിന്. പക്ഷെ ഉം, അത് ഉം, ഉം, ബ്രിട്ടനിൽ ഇത് ആദ്യത്തെ സംഭവം ഇവർ എത്ര നാൾ ഈ പക ഉള്ളിൽ വെക്കുമെന്നോ ഇത് എപ്പോഴൊക്കെ തിരിച്ചടിക്കുമെന്നോ ഉം, നമുക്കത് പറയാൻ കഴിയില്ല. അപ്പൊ ഉം. എന്തായാലും പഴയതുപോലെ ആകില്ല കാര്യങ്ങൾ. കാരണം അവിടെ ഒരു അവിടെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ സർക്കാർ നേരിടുന്ന വേറൊരു വലിയൊരു ചലഞ്ച് കൂടെ ഉണ്ട് ബിജേട്ടാ. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് അവിടെ ഈ തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ തീവ്രപക്ഷമാണ് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് വംശീയവാദം ഉന്നയിക്കുന്ന ഒരു പക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ കലാപം നടത്തുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോലീസുകാർ അവരെ അടിച്ചമർത്തുന്നതും വലിയ രീതിയിൽ അവരെ ജയിലിലേക്ക് ഇടുന്നത്. അപ്പൊ ചേട്ടൻ ഇത് പറഞ്ഞതുപോലെ ഇപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര്, നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് സായിപ്പന്മാർ രംഗത്തെത്തുന്നുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് സംഘടനകൾ രംഗത്തെത്തുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാളെ ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ബ്രിട്ടന്റെ സന്തുലിതാവസ്ഥ തന്നെ, അതായത് സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? സാഹചര്യം. അല്ല, ഇനിയിപ്പോ ഒരു കാര്യം ഉറപ്പായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പാർട്ടിയുടെ പേര് മറന്നു, ഇത് ഉം, പക്ഷെ എപ്പോഴും മറന്നു. 2018 രൂപീകരിച്ച ആ ഉം, വലതുപക്ഷ ഈ ദേശീയതയുള്ള പാർട്ടി 5 സീറ്റും 18% വോട്ടും ഉം, നേടും. ഇനിയിപ്പോ അവിടുത്തെ രണ്ട് ഉം, പാർട്ടികൾക്കായാലും, ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കായാലും പ്രതിപക്ഷ പാർട്ടിക്കായാലും അടുത്ത തവണ ഇവരെ ഉം, കൂട്ടുപിടിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല.
കാരണം അവർ ഇപ്പോൾ തന്നെ 18% വോട്ടിലേക്ക് എത്തുന്ന ചെറിയൊരു വോട്ടല്ലത്. ഒരു രാജ്യത്ത് 18% വോട്ട് നേടുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിയാണ്. ഇനിയിപ്പോ അവർ ഈ ഒരു സംഘർഷമൊക്കെ കൂടെ കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ ശക്തിപ്പെടും, അവരുടെ വോട്ടിംഗ് ശതമാനം കൂടും, സീറ്റുകളുടെ എണ്ണം കൂടും. അപ്പൊ അവരെ കൂടെ കൂട്ടാതെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരും. അതെന്തായാലും ഉറപ്പാണ്. അപ്പൊ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അങ്ങനെ അവരുടെ കൂടെ ഒരു സ്വാധീനത്തിലുള്ള ഭരണമാണ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കാണില്ല, കുറെയൊക്കെ സമാധാനത്തിൽ പോകാനുള്ള സാധ്യതകളെ കാണത്തുള്ളൂ. കാരണം അവരധികാരത്തിൽ വരുമ്പോൾ പുറത്താക്കുന്നല്ല, ഈ നിയമങ്ങൾ കുറച്ചുകൂടെ കർശനമാക്കും. ഈ പെട്ടെന്ന് ഈ പുറത്താക്കലും ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല. കുറച്ചുകൂടെ നിയമം ശക്തമായി. അതായത് നമ്മൾ ശുദ്ധമലത്തിൽ പറഞ്ഞ കള്ളന്റെ താക്കോൽ ഏൽപ്പിച്ച് എന്ത് അമേരിക്കയിൽ സംഭവിക്കും. അധികാരത്തിൽ വന്നപ്പോ അയാളുടെ പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നപ്പോൾ പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ, മുസ്ലിംസിനെ കയറ്റില്ല എന്ന് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പച്ചയ്ക്ക് പറയും. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നല്ലോ. അപ്പോ എന്റെ ഒരു ചോദ്യം കൂടെ, അവിടെ നടക്കുന്നത് മുസ്ലിം വിരുദ്ധ കലാപമാണോ അതേ മുസ്ലിംകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടിയേറിയവർ ഭൂരിപക്ഷം പേര് മുസ്ലിംസാണ്. അത് അവര് തുർക്കിയിൽ നിന്ന് കയറിയവരുണ്ട്, പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വന്നവരുണ്ട്, ഇറാനിൽ നിന്ന് അങ്ങനെ ബഹുഭൂരിപക്ഷം പേരും അവരാണ്. ഇതിനകത്ത് എല്ലാവരും പ്രശ്നകാരികളല്ല. ഇതിനകത്ത് നല്ല പ്രൊഫഷണൽസ് ഉണ്ട്, ജീവിക്കാനായിട്ട് വന്നവരുണ്ട്, നല്ല ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്. പല രീതിയിലാണല്ലോ കുടിയേറ്റം. പിന്നെ അഭയാർത്ഥികളായി എത്തിയ ഒരു വലിയ വിഭാഗമുണ്ട്, അവരാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അഭയാർത്ഥി ആളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ അവിടെ അല്ലാതെ പോയിട്ട് കുടിയേറി പൗരത്വം മേടിച്ച് എത്രയോ പേരുണ്ട്, മുസ്ലിംസും ക്രിസ്ത്യൻസും ഇന്ത്യ എന്നുള്ള ഹിന്ദുക്കൾ ഒരുപാട് പേരില്ലേ, ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും. നോർത്ത് ഇന്ത്യ എന്നൊക്കെ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് അവര് ഗൾഫിലേക്കല്ല പോകുന്നത്, അവർ ഏറ്റവും കൂടുതൽ പോകുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക് തന്നെയാണ് പോകുന്നത്. അവരൊക്കെ പോയി അവിടെയൊക്കെ വലിയ ബിസിനസ്സുകാരുണ്ട്, എല്ലാ ഹോട്ടൽ നടന്നവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ മുസ്ലിംസിനെതിരെ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മുസ്ലിംസിനെതിരെ നടത്തുക എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ അവിടെ മുസ്ലിംസ് കുടിയേറി അവിടെ സെറ്റിലായ ഇഷ്ടംപോലെ മുസ്ലിംസ്. അപ്പൊ ഈ അടുത്ത് ഈ എന്താ പറയുന്നത്, ഈ കുടിയേറിയവർ, ഈ അഭയാർത്ഥികളെ കുടിയേറിയവർ, അതായത് ഈ ബ്രിട്ടന്റെ ഒക്കെ ഒരു ദയാവായ്പിൽ അവിടെ താമസം ആരംഭിച്ച് അവിടെ കിടന്ന് പൊളയ്ക്കുമ്പോഴാണ് സ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു ഭീകരവാദത്തിലേക്ക് അവർ നീങ്ങുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ അവിടെ നോർമലി ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല ട്രംപ്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി ഉള്ളവരല്ല ഈ മുസ്ലിംസ്, അവിടെ കൂടുതലുള്ളത് കടന്നു വന്നവരാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ട്രംപും കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ, അയാൾ ജയിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ ദേശീയത തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത്. ഇനി വരുംകാല യൂറോപ്യൻ കൺട്രീസിന് ഈ വളർന്നു വരുന്ന ദേശീയ അല്ലെങ്കിൽ വലതുപക്ഷ പാർട്ടികളെ അവഗണിച്ച് പോകാൻ കഴിയില്ല. കാരണം അവരൊരു മേജർ ശക്തി. ഇറ്റലി അവരാണ് ഇപ്പൊ ഭരിക്കുന്നത്. നമ്മുടെ മെലോൺ, നമ്മുടെ മോദിയുമായിട്ടൊക്കെ എപ്പോഴും എന്താ സെൽഫി എടുക്കുന്ന ഒരു അപ്പൊ ഗ്രീക്കില് അങ്ങനെ വന്നു, മെലനി വന്നു, ഗ്രീക്കിൽ അതായി കഴിഞ്ഞു, ഫ്രാൻസിൽ അതേ നീക്കം നടക്കുന്നു, ജർമ്മനിയിൽ അങ്ങനെ നീക്കം, പലയിടത്തും അങ്ങനെ. അപ്പൊ ഇനി അവരെ തഴഞ്ഞുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയിപ്പോ സർക്കാർ, ഞാൻ പറഞ്ഞില്ല, ഈ മതേതരത്വം എന്ന് പറയുന്ന സാധനം ജനങ്ങൾക്ക് ലോകമെമ്പാടും മടുത്തു കഴിഞ്ഞു. കാരണം അതൊരു വൺ വേ ട്രാഫിക് ആണ് ആ സാധനം. ഈ ഇന്ത്യയെ പോലും ജനത്തിന് അറിയാം അതൊരു വൺ വേ ട്രാഫിക്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആ വാക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന പാർട്ടികളായിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ. ഇപ്പൊ അവരാരും ഈ മതേതരത്വം എന്നുള്ള വാക്ക് ഇപ്പൊ യൂസ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒരു പൊള്ളത്തരം തിരിച്ചറിഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ്. അതങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ ഇതിപ്പോ എല്ലാത്തിലും മതം കലർന്നു കഴിഞ്ഞു. നമ്മുടെ വേൾഡിൽ മുഴുവൻ പൊളിറ്റിക്സ് ആയാലും എന്തിലായാലും മതം മിക്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ അത് നമ്മുടെ ഈ ബ്ലഡിൽ കലരുക എന്ന് പറഞ്ഞില്ല, ചില രോഗങ്ങളൊക്കെ അങ്ങനെയാണ്. ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ അത് ഡയാലിസിസിലൂടെ താൽക്കാലിക ശമനമേ ഉണ്ടാകത്തുള്ളൂ, പിന്നെയും അതിങ്ങനെ വീണ്ടും ഉണ്ടാവും എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതേപോലെ മതം കലർന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസകരമാണ്. ഇനി മതേതരത്വം എന്നൊരു കൺസെപ്റ്റ് ഈ വേൾഡിനില്ല. എന്തായാലും ബ്രിട്ടനിൽ നടക്കുന്ന കലാപം നടത്താൻ അവിടെയുള്ള പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. കാരണം ബ്രിട്ടനിലെ പോലീസ് ഒരു നിമിഷം പകച്ചു നിന്നെങ്കിലും അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി, കൃത്യമായിട്ടുള്ള പോലീസ് സേനയെ അവിടെ എല്ലാം വിന്യസിച്ച് ഇത്തരത്തിലുള്ള ഒരു കലാപം അവര് വളരെ വേഗം അടിച്ചമർത്തിയിട്ടുണ്ട്. പോരാത്തതിന് ഈ അടിച്ചമർത്തുന്നവരെ എല്ലാം അപ്പൊ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ബ്രിട്ടനിൽ പോലീസ് നടപ്പാക്കുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതോടുകൂടി ഒരു താൽക്കാലിക ശമനം ബ്രിട്ടൻ ഉണ്ടായി ഇപ്പൊ നിലവിൽ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ തീവ്രപക്ഷ പാർട്ടികൾ വെറുതെ ഇരിക്കില്ല എന്ന് വേറെ പല ആൾക്കാരും, പല റിപ്പോർട്ടുകളും, പല രാഷ്ട്രീയകാര്യ വിദഗ്ധന്മാരും പറയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളത് ഗവൺമെന്റും പോലീസും നോക്കിക്കാണുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടാകാതിരിക്കാൻ അവരെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു. താങ്ക് യു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.